കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതുപോലുള്ള ഒരു 12 വോൾട്ട് SMPS വന്ന ഒരു കംപ്ലൈന്റും അത് പരിഹരിക്കുന്ന വിധവും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് നമുക്ക് ഇതുപോലെ തന്നെയുള്ള ഒരു പവർ സപ്ലൈയിൽ വരുന്ന മറ്റൊരു കംപ്ലൈന്റും അത് പരിഹരിക്കുന്ന വിധവും മനസ്സിലാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ട്രോണിക്സിൽ ബേസിക് അറിയാവുന്ന ആളുകൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രമിച്ചു നോക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കംപ്ലൈന്റ് ആയ SMPS. അപ്പോൾ ഇതിന് ഔട്ട്പുട്ട് വരുന്നില്ല, അതാണ് കംപ്ലൈന്റ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടെ ഒരു മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റർ ബൾജ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കാണുന്നത് ഫ്യൂസ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റർ ബൾജ് ആയിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയറിലുള്ള ഡയോഡുകൾ ഏതെങ്കിലും കംപ്ലൈന്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റെക്ടിഫയർ മൊഡ്യൂൾ ആണെങ്കിൽ അത് കംപ്ലൈന്റ് ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ മോസ്ഫെറ്റ് ഷോർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയർ ബൾജായി പോയാൽ ഇവിടെ ശുദ്ധമല്ലാത്ത പൾസേറ്റിംഗ് DC ആണ് വരിക. അപ്പോൾ മോസ്ഫെറ്റ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ഓസിലേറ്റർ സർക്യൂട്ടും കംപ്ലൈന്റ് ആവാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ടെന്നൊന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. പവർ സപ്ലൈയുടെ ബോർഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കപ്പാസിറ്റർ ഒന്ന് അഴിച്ചു മാറ്റാം. കപ്പാസിറ്റർ ഡീസോൾട്ടിംഗ് പമ്പ് ഉപയോഗിച്ച് ഡീസോൾട്ട് ചെയ്തെടുക്കാം. കപ്പാസിറ്ററിന്റെ വാല്യൂ വരുന്നത് 68 മൈക്രോഫാരഡ് 450 വോൾട്ടാണ്. ഇനി നമുക്കിവിടെ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. റെക്ടിഫയറിലുള്ള ഡയോഡുകളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ മൾട്ടിമീറ്റർ *100 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയോഡുകൾ ഓരോന്നും നോക്കാം. ഡയോഡ് നല്ലതാണെങ്കിൽ ഒരു ദിശയിൽ മാത്രമേ കണ്ടിന്യൂറ്റി കാണിക്കാൻ പാടുള്ളൂ. ഒരു ഡയോഡ് ചെക്ക് ചെയ്യാം. ഒരു ദിശയിൽ കാണിച്ചു. ഈ ഡയോഡ് ഷോർട്ടാണ്. ഇത് 2 ദിശയിലും കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ഡയോഡിനെ നോക്കാം. അവിടെയും ഷോർട്ടുണ്ട്. മൂന്നാമത്തെ ഡയോഡ് ചെക്ക് ചെയ്യാം. അതും ഷോർട്ടാണ്. 2 ദിശയിലും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. നാലാമത്തെ ഡയോഡ് നോക്കാം. ഇവിടെ 4 ഡയോഡുകളും ഷോർട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് സംശയമുണ്ടെങ്കിൽ ഡയോഡുകളുടെ ഓരോ പിന്ന് റിമൂവ് ചെയ്തിട്ട് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഡയോഡുകളെല്ലാം ഞാൻ ബോർഡിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഡയോഡ് മാത്രം നല്ലതാണ്. ബാക്കി 3 ഡയോഡുകളും ഷോർട്ടായിരുന്നു. 2 ദിശയിലും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഡയോഡ് മാത്രം നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ 4 ഡയോഡുകൾ മാറ്റണം. ഇങ്ങനെ ഒരു സെറ്റായിട്ടിരിക്കുന്ന ഈ കമ്പോണൻറ്റുകളൊക്കെ മാറ്റുന്ന സമയത്ത് അത് ആ സെറ്റ് മുഴുവനും ഒരുമിച്ച് മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 4 ഡയോഡുകളും നമുക്ക് മാറ്റണം. ഇനി ഇവിടെ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ, മോസ്ഫെറ്റിന് ഷോർട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രധാനമായിട്ടും ഈ കപ്പാസിറ്റർ ഇന്ന അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരുന്ന ഭാഗത്ത് തന്നെ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഷോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. അടുത്തതായി മോസ്ഫെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോസ്ഫെറ്റ് ഷോർട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഡയോഡും അതുപോലെ ഫിൽട്ടർ കപ്പാസിറ്ററും ഒക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഇതിലേക്ക് സപ്ലൈ കൊടുത്തു നോക്കാം. ഫ്യൂസും മാറ്റിയിടണം. അപ്പോൾ ഫിൽട്ടർ കപ്പാസിറ്റർ വരുന്നത്
68 മൈക്രോ ഫാരഡ് 450 വോൾട്ടാണ്. അതുപോലെ ഡയോഡുകളെല്ലാം 2 ആംപിയറിൻ്റെ ഡയോഡാണ്. 1N4007 അല്ല, 4007 1 ആംപിയറിൻ്റെ ഡയോഡാണ്. അപ്പോൾ ഇത് 2 ആംപിയറിൻ്റെ ഡയോഡാണ്, അല്പം കൂടി വണ്ണം കൂടിയ ഡയോഡാണ്. ഇവിടെയുള്ള 4 ഡയോഡുകളും അതുപോലെ ഫ്യൂസും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പാസിറ്റർ മാറ്റിയിടണം. ഡയോഡുകൾ മാറ്റിയിടുന്ന സമയത്ത് ഇവിടെയുള്ള സിമ്പൽ ശ്രദ്ധിക്കണം. ഡയോഡ് പൊളാരിറ്റി മാറ്റി കണക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ കപ്പാസിറ്റർ മാറ്റിയിടുമ്പോഴും കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി മാറി കണക്ട് ചെയ്യാൻ പാടില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കപ്പാസിറ്ററും കണക്ട് ചെയ്യണം. ഡയോഡുകൾ 3 ഡയോഡുകളായിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാറ്റിയപ്പോൾ 4 ഡയോഡുകളും മാറ്റിയിട്ടുണ്ട്. കേടുവന്ന കപ്പാസിറ്ററും ഡയോഡുകളും എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോക്സിനകത്താക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ സപ്ലൈ കൊടുക്കുന്നപ്പോൾ മറ്റു ഷോർട്ടുകളും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പോൾ സപ്ലൈ കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ നേരിട്ട് സപ്ലൈ കൊടുക്കാതെ ഒരു സീരീസ് ലാമ്പ് വഴി സപ്ലൈ കൊടുത്ത് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 60 വാട്ട്സിൻ്റെ ബൾബ് വഴിയാണ് സപ്ലൈ കൊടുക്കുന്നത്. അതായത് ഫേസും ന്യൂട്രലും കൊടുക്കുന്ന ഭാഗത്ത് കോഡ് വയർ നേരിട്ട് കൊടുക്കാതെ ഒരു സീരീസ് ലാമ്പ് വഴിയാണ് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ബൾബിലൂടെ കയറി ഇറങ്ങിയാണ് ബോർഡിലേക്ക് സപ്ലൈ എത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഈ ബൾബ് ഇവിടെ നല്ല രീതിയിൽ തെളിഞ്ഞു നിന്നോളും. ഷോർട്ടൊന്നും ഇല്ലെങ്കിൽ ബൾബ് കാര്യമായിട്ട് പ്രകാശിക്കുകയില്ല, ചിലപ്പോൾ ഒന്ന് ഡിമ്മായിട്ട് തെളിഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ബൾബ് പ്രകാശിക്കുകയില്ല. അപ്പോൾ നമുക്കിതിലേക്ക് സപ്ലൈ കൊടുത്തു നോക്കാം. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ടിലുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മൾട്ടിമീറ്റർ വെച്ച് നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് ഓക്കെയാണ്. ഇവിടെ 12.6 വോൾട്ട് DC ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ബോർഡ് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഷോർട്ടും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ഒരു ബൾബ് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. 12 വോൾട്ടിൻ്റെ DC ബൾബാണ്. ഓക്കെയാണ്. നമ്മൾ സീരീസ് ലാമ്പ് വഴി കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഇതാണ് നമ്മളിപ്പോൾ റിപ്പയർ ചെയ്ത SMPS. ഇതിൽ ഞാനൊരു 12 വോൾട്ടിൻ്റെ DC ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നേരിട്ടാണ് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ സീരീസ് ലാമ്പ് വഴിയായിരുന്നു കൊടുത്തത്, എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടൊന്നും ഇല്ലയെന്ന് മനസ്സിലായപ്പോൾ കോഡ് വയർ നേരിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഔട്ട്പുട്ടിൽ ഒരു 12 വോൾട്ടിൻ്റെ ബൾബ് കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്. ഇവിടെ ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട്. പവർ സപ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള പവർ സപ്ലൈ കേടുവന്നാൽ മിക്കവാറും ആളുകൾ അത് ഒഴിവാക്കിയിട്ട് വേറെ പുതിയത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എനിക്കിത് റിപ്പയർ ചെയ്യാൻ ഏകദേശം ഒരു 35 രൂപയുടെ കമ്പോണന്റുകളെ ആവശ്യമായിട്ട് വന്നുള്ളൂ. ഇലക്ട്രോണിക്സിലെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ, ബേസിക് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതുപോലുള്ള പവർ സപ്ലൈ ഒക്കെ എടുത്ത് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു നോക്കാവുന്നതാണ്. ചിലപ്പോൾ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്കിത് റെഡിയായി കിട്ടും, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. കൂടാതെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ഇലക്ട്രോണിക്സിൽ നമ്മൾ വർക്കുകൾ ചെയ്യുന്നതിനനുസരിച്ചാണ് എക്സ്പീരിയൻസ് ആവുന്നത്. അപ്പോൾ ഈ തുടക്കക്കാരായിട്ടുള്ള ബേസിക് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.